ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് ജന്മനാടായ പാലക്കാട്ടെ വീട്ടിലെത്തിച്ചു. നാളെ എളമ്പലശ്ശേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി, MLA മാരായ AK ബാലൻ, M. ഹംസ, K. അച്യുതൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് വിലാപയാത്രയായി 6 മണിയോടെ മണ്ണാർക്കാട് എളമ്പുലാശ്ശേരിയുള്ള വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളടക്കം വലിയൊരു ജനാവലി വീട്ടിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരിൽ നിന്ന് മൃതദേഹം അനുഗമിച്ചത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി ഉദ്യോഗസ്ഥരും പാലക്കാട്ടെത്തിയിരുന്നു. നിരഞ്ജന്റെ ഭാര്യ, മകൾ, അച്ഛൻ, ബംഗളൂരുവിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടെത്തിച്ചേർന്നു. ധീരജവാനെ ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട്ടിലെത്തും. കൈരളി TVക്ക് വേണ്ടി ഡയറക്ടർ TR അജയൻ റീത്ത് സമർപ്പിച്ചു. രാവിലെ 7 മുതൽ 11 വരെ എളമ്പുലാശ്ശേരി KAUP സ്കൂളിലാണ് പൊതുദർശനം. തുടർന്ന് സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെയും പാകിസ്ഥാനിലെയും 13 ഭീകര സംഘടനകളുടെ കൂട്ടമാണ് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായാണ് സൂചന. കാശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ചാണ് യുണൈറ്റഡ് ജിഹാദി എന്ന സംഘടന പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് ആക്രമണമെന്ന് തീവ്രവാദികൾ അറിയിച്ചു. പാകിസ്ഥാനിലും കാശ്മീരിലുമായി പ്രവർത്തിക്കുന്ന 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. എന്നാൽ ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം പത്താൻകോട്ടിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചതായി സൂചന. ഒരു തീവ്രവാദിയുടെ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ്. രണ്ടാമതിന്റെ ശരീരത്തിനായി തിരച്ചിൽ തുടരുന്നു. പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രം സുരക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വ്യോമസേനാ കേന്ദ്രത്തിലെ ജീവനക്കാരും സേനാവിമാനങ്ങളും ആക്രമണത്തിനിരയായിട്ടില്ലെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗും വ്യക്തമാക്കി. വ്യോമസേനാ കേന്ദ്രം പൂർണ്ണമായും തകർത്തുകളയുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗദി അറേബ്യ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. ഷിയാ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ സൗദി അറേബ്യയുടെ നടപടിയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾക്കൊടുവിലാണ് സംഭവം. ഇതേ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ എണ്ണവില വർദ്ധിച്ചു. ഷിയാ പുരോഹിതനുൾപ്പെടെ 47 പേരുടെ വധശിക്ഷ സൗദി നടപ്പാക്കി. ഇറാന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത്. ഇതിനു പിന്നാലെ ഞായറാഴ്ച ടെഹ്റാനുള്ള സൗദി എംബസി ഇറാൻ തീയിട്ട് നശിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് സൗദി പ്രഖ്യാപിച്ചത്. സൗദിയിലുള്ള ഇറാനിയൻ നയതന്ത്ര പ്രതിനിധികൾക്ക് രാജ്യം വിട്ടുപോകാൻ 48 മണിക്കൂർ സമയം മാത്രമാണുള്ളതെന്ന് സൗദി വിദേശകാര്യമന്ത്രി അബ്ദുൾ അൽ ജുബൈർ പറഞ്ഞിരുന്നു. എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ കുറവുണ്ടായേക്കുമെന്ന ഭീതിയിലാണ് ഏഷ്യൻ വിപണിയിൽ എണ്ണവില വർദ്ധിച്ചത് എന്നാണ് സൂചനകൾ. അതേസമയം അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും അതിനാൽ തന്നെ എണ്ണവില ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലെത്തുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. സിനിമാ നിർമ്മാതാക്കളും ഫെഫ്കയും തമ്മിലുള്ള സമരം മൂലം നിലച്ചിരുന്ന ചിത്രീകരണങ്ങൾ മാക്ട ഫെഡറേഷന്റെ സഹായത്തോടെ വീണ്ടും തുടങ്ങുന്നു. മാക്ട ഫെഡറേഷൻ തൊഴിലാളികളെ നൽകി ജയറാം നായകനാകുന്ന ആടുപുലിയാട്ടത്തിന്റെ ചിത്രീകരണം തെങ്കാശിയിൽ തുടങ്ങി. ഫെഫ്കയും സിനിമാ നിർമ്മാതാക്കളും തമ്മിലുള്ള വേതന തർക്കം മൂലം നിലച്ചിരുന്ന ചിത്രീകരണങ്ങളാണ് സിനിമാ നിർമ്മാതാക്കളുടെ ഒരു വിഭാഗം പുനരുജ്ജീവിപ്പിച്ച മാക്ട ഫെഡറേഷന്റെ സഹായത്തോടെ പുനരാരംഭിച്ചിരിക്കുന്നത്. തെങ്കാശിയിൽ ചിത്രീകരണം ആരംഭിച്ച ജയറാം നായകനാകുന്ന ആട് പുലിയാട്ടത്തിനായി തൊഴിലാളികളെ ഇതിനോടകം നൽകിയതായി മാക്ട ഫെഡറേഷൻ വ്യക്തമാക്കി. 5 സിനിമകളിലേക്ക് അടുത്തയാഴ്ച തൊഴിലാളികളെ നൽകാനുള്ള ചർച്ചകളും പൂർത്തിയായി. നിർമ്മാതാക്കൾ നിഷ്കർഷിക്കുന്ന വേതന വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറാണെന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിനു ശേഷം മാക്ട ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ്, തിയേറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുകളുടെ സിനിമയെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളിലും ചർച്ചകളിലും ഫെഡറേഷനെ കൂടി പങ്കെടുപ്പിക്കണം. 3. മലയാള സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെന്നുള്ള പ്രമേയം എല്ലാ അംഗങ്ങളും ഏകകണ്ഠേന അംഗീകരിക്കുന്നു.
30% കൂലി വർധനവ് ആവശ്യപ്പെട്ട ഫെഫ്ക രംഗത്തെത്തിയപ്പോൾ 20% വരെ വർധനവ് അംഗീകരിക്കാമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. അതിന് ഫെഫ്ക തയ്യാറാവാത്തതിനാലാണ് ജനുവരി 1 മുതൽ സിനിമാ ചിത്രീകരണങ്ങൾ നിർത്തിവെക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. ഫെഫ്ക നേതാവ് ബി ഉണ്ണികൃഷ്ണനെ അതിരൂക്ഷമായി വിമർശിച്ച മാക്ട ഫെഡറേഷൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. ബി ഉണ്ണികൃഷ്ണൻ ശരിക്കും കൊണ്ടുവന്ന എന്താ, ഈ മഹാഭാരതത്തിൽ ദുര്യോധനെ വധിക്കാൻ ശിഖണ്ഡിയെ കൊണ്ടുവന്ന പോലെ മാക്ട ഫെഡറേഷൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശിഖണ്ഡിയെ കൊണ്ടുവന്നു. അതാണ് ബി ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ തുറന്നു തന്നെ പറയാം, അതിനകത്ത് ആർക്കും ഒരു തർക്കവും ഇല്ല. ഞങ്ങളുടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമായിട്ട് ഏതെങ്കിലും ഒരു ഫെഫ്കക്കാരൻ യൂണിയൻ എന്ന് പറഞ്ഞ് വന്നാൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഞങ്ങളുടെ ഫെഡറേഷനിലെ തൊഴിലാളികൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന കോടികളാണ് മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണം. 70കളിൽ ബഡ്ജറ്റിൻ്റെ 7% താരങ്ങൾ പ്രതിഫലമായി വാങ്ങിയിരുന്നതെങ്കിൽ ഇന്നത് 90%. തങ്ങളുടെ തീരുമാനം സംബന്ധിച്ചുള്ള കത്ത് നിർമ്മാതാക്കളുടെ പരിഗണനയ്ക്കായി ഇന്ന് തന്നെ നൽകുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുൻനിര നേതാക്കൾ ഇപ്പോഴും ഫെഫ്കയ്ക്കൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളും ഫെഫ്കയുമായി ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് മാക്ട ഫെഡറേഷന് എത്രമാത്രം ചലനങ്ങൾ മലയാള സിനിമയിൽ ഇനി സൃഷ്ടിക്കാനാകുമെന്നത് വലിയ ചോദ്യമാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പുതുവർഷത്തിൽ മകളെ നോക്കാനും ജോലിയിൽ സഹായിക്കാനും റോബോട്ടിനെ നിർമ്മിക്കാൻ ചാലഞ്ചുമായി പുതുവർഷത്തെ വരവേൽക്കുകയാണ് സുക്കർബർഗ്. അയൺമാൻ ഫെയിം ജാവിയെ പോലെ ഒരു സംവിധാനത്തിന്റെ ചിന്തയിലാണ് സുക്കർബർഗ്. മകളെ പരിപാലിക്കാൻ ഒരു ബേബി സിറ്റർ റോബോട്ട് എന്നതാണ് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിന്റെ ഇപ്പോഴത്തെ ആലോചന. വീട് പരിപാലനത്തിന് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഒരു ഡൊമസ്റ്റിക് റോബോട്ടിനെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി സുക്കർബർഗ് തന്നെയാണ് വ്യക്തമാക്കിയത്. പുതുവർഷ പ്രതിജ്ഞയെ സുക്കർബർഗിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യമുള്ളത്. അയൺമാനിലെ ജാവിസ് പോലെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ തന്നെ ജോലികളിൽ സഹായിക്കാൻ ഒരു സിമ്പിൾ AI മോഡൽ. പ്രധാനമായും കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുക എന്നതാണ് തന്റെ വ്യക്തിപരമായ വെല്ലുവിളിയെന്ന് സുക്കർബർഗ് പോസ്റ്റിൽ കുറിക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് തന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് റോബോട്ടിനെ പരിശീലിപ്പിക്കും എന്നും സുക്കർബർഗ് വ്യക്തമാക്കുന്നു. വീട്ടിലെ സംഗീതം, ലൈറ്റുകൾ, താപക്രമീകരണം, എന്തിന് കോളിംഗ് ബെൽ അടിക്കുന്ന തന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു റോബോട്ട്. മകളുടെ റൂമിൽ എല്ലാ കാര്യങ്ങളും ശരിയാവണ്ണം നടക്കുന്നുണ്ടോ എന്ന് റോബോട്ടിനെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്നും സുക്കർബർഗ് വ്യക്തമാക്കുന്നു. എല്ലാ പുതുവർഷത്തിലും എന്തെങ്കിലും ചലഞ്ചുകൾ ഏറ്റെടുക്കാറുണ്ട്. ഒരു മാസം 2 ബുക്കുകൾ വായിച്ചു തീർക്കുക, മാൻഡറിൻ പഠിക്കുക, ദിവസവും പുതുതായി ഒരു വ്യക്തിയെങ്കിലും പരിചയപ്പെടുക, ഇങ്ങനെ പോകുന്നു സമീപകാല ചലഞ്ചുകൾ. ഓരോ ചലഞ്ചിനും ഓരോ തീമുണ്ടാകും. ഇത്തവണ വിഷയം ഇന്നൊവേഷനാണ്. അങ്ങനെയാണ് ജാവിസിലേക്ക് എത്തിയത്. ഏതായാലും പുതിയ ചലഞ്ചിന്റെ ഓരോ ഘട്ടത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് സുക്കർബർഗ് അവസാനിപ്പിക്കുന്നത്. പ്രതീക്ഷയോടെ തന്നെയാണ് ശാസ്ത്രലോകവും ശാസ്ത്ര കുതികകളും ഏതായാലും സുക്കർബർഗിന്റെ ഈ പുതിയ ചലഞ്ചിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. പ്രാതൽ ഒഴിവാക്കാതിരുന്നാൽ ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന വിശ്വാസം അബദ്ധമെന്ന് തെളിയിക്കുന്ന പുതിയ പഠനം UK-യിൽ നിന്ന്. വണ്ണം കുറയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് വലിയ പങ്കൊന്നും വഹിക്കാനില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം. പ്രാതൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണം. ഒരു ദിവസത്തിന്റെ ശരിയായ തുടക്കം ദഹനക്രിയകളെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് നിങ്ങളെ മെലിഞ്ഞ് സുന്ദരനും സുന്ദരികളുമാക്കും, അല്ലെങ്കിൽ ആരോഗ്യവാനാക്കും. കേട്ടുമടുത്ത ഈ ഉപദേശം ഇത് വെറും വിശ്വാസം മാത്രമാണെന്ന് തെളിയിക്കുന്നു പുതിയ പഠനം. ഇങ്ങനെ വെറുതെ വായിട്ടലച്ചിട്ട് കാര്യമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. തടിയുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടിയന്മാർ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവരാണ് എന്ന നിഗമനമാണ് ഇങ്ങനെ നമ്മൾ വർഷങ്ങളായി ഒരു ഉപദേശത്തിലേക്ക് എത്താൻ ആധാരം. ആളുകൾ ഐസ്ക്രീം കഴിക്കുന്നത് ഈയിടെയായി വർദ്ധിച്ചിരിക്കുന്നു. സൺബേൺ ഉണ്ടാകുന്നതും കൂടുന്നു. എന്നാൽ ഐസ്ക്രീം കഴിച്ചാൽ സൺബേൺ ഉണ്ടാകും എന്ന് പറയാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ന് ഒരൽപ്പം പരിഹാസത്തോടെ പറയുന്നു ഇവർ. UK കേന്ദ്രീകരിച്ചുള്ള നാഷണൽ ഒബീസിറ്റി ഒബ്സർവേറ്ററിയാണ് ഇങ്ങനെ ഒരു പഠനം നടത്തി ആളുകളെ ഞെട്ടിച്ചിരിക്കുന്നത്. ബോഡി മാസ് ഇൻഡെക്സും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ശരീരഭാരവുമായി ബന്ധമുള്ള ഒരുപാട് ഘടകങ്ങളിൽ ചെറിയ ഒന്ന് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ്. പഠനം ഇങ്ങനെയായിരുന്നു. 300 പൊണ്ണത്തടിയന്മാരെ സെലക്ട് ചെയ്തു. 4 മാസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരെ ഉപദേശിച്ചു. മെലിഞ്ഞവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ 4 മാസത്തിനൊടുവിൽ ഭാരം നിരീക്ഷിച്ചപ്പോൾ വലിയ മാറ്റം കാണാനായില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർ ആദ്യത്തെ ആ ഉപദേശം കേട്ട് കഴിക്കാൻ തുടങ്ങിയാലും പണി കിട്ടും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നും വീണ്ടും തടി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പുതിയ പഠനം പറയുന്നത്.
പ്രാതൽ കഴിച്ചാൽ ഇടയ്ക്കിടെയുള്ള കൊറിക്കലുകൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നായിരുന്നു കണ്ടുപിടുത്തം. ഇതും ശുദ്ധ മണ്ടത്തരമാണത്രേ. നിങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് അത് എന്ന് പറയുന്നു പുതിയ പഠനം. വണ്ണം കുറയ്ക്കണമെങ്കിൽ അതിനായി ഒരിത്തിരി മെനക്കെടണം, ഇത്തിരി വിയർക്കണം എന്ന് തന്നെ സാരം. എന്റർടൈൻമെന്റ് ഡെസ്ക്. ദേശാടന പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള വരവ് കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 10,000-കണക്കിന് പക്ഷികളാണ് കട്ടപ്പന ഇരട്ടയാറിലേക്ക് ചേക്കേറാൻ എത്തുന്നത്. ദേശാടന പക്ഷികളുടെ വരവിനെ ഉത്സവമാക്കി മാറ്റുകയാണ് കട്ടപ്പനയിലെ മലയോര നിവാസികൾ. കടലുകൾക്കും അപ്പുറത്തു നിന്നും ദേശാടനത്തിനെത്തുന്ന പലവിധ പക്ഷികളെക്കുറിച്ച് നാം കേട്ടിരിക്കാം. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇരട്ടയാർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ അനുഭവം മറ്റൊന്നാണ്. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാറിനെ സ്നേഹിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ പറവകളാണ്. എല്ലാ ദിനവും അന്തിക്ക് കൂടുകൂട്ടാനെത്തുന്നത് 10,000-കണക്കിന് പറവകൾ. കാക്ക, പ്രാവ്, മൈന, നീർക്കാക്ക എന്നിങ്ങനെ പോകുന്നു പക്ഷികളുടെ വൈവിധ്യം. ഇവിടെ എത്തുന്ന പക്ഷികളെ ആരും ഉപദ്രവിക്കാറില്ല. ഗ്രാമത്തിലേക്കുള്ള പക്ഷികളുടെ കൂട്ടവരവിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. ഈ പക്ഷികളുടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആകർഷണമാണ്, ഐശ്വര്യമാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ മനോഹരതയെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു 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 സാന്നിധ്യമാണ് ഈ പക്ഷികളുടെ ഈ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നത്. ഗ്രാമവാസികളുടെ സ്നേഹവും കാരുണ്യവും തിരിച്ചറിഞ്ഞാകാം ചില്ലകളിൽ കൂടുകൂട്ടാൻ പക്ഷികൾ എത്തുന്നത്. എന്തായാലും അരനൂറ്റാണ്ടായി നാട്ടുപക്ഷികളുടെ ആതിഥേയരാണ് ഈ ഗ്രാമം. ഒപ്പം പക്ഷികളുടെ കാവൽക്കാരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജ്യത്ത് വാതുവയ്പ് നിയമവിധേയമാക്കണമെന്ന് ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് താരങ്ങളുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തണം. ക്രിക്കറ്റ് ഭരണരംഗത്ത് അട്ടിമുടി അഴിച്ചുപണി നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. IPL തട്ടിപ്പ് കേസിനെ തുടർന്ന് സുപ്രീം കോടതിയാണ് ക്രിക്കറ്റ് ഭരണ നവീകരണത്തിനായി ജസ്റ്റിസ് RM ലോധ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് BCCIയുടെയും IPLന്റെയും ഭരണരംഗത്ത് സമൂലമായ അഴിച്ചുപണിക്ക് നിർദ്ദേശിക്കുന്നു. BCCIയുടെ അധ്യക്ഷന് 2 ടേമുകളിലായി 6 വർഷം മാത്രമേ ആ സ്ഥാനത്ത് തുടരാനാകൂ. ബാക്കിയുള്ള ബോർഡ് അംഗങ്ങൾക്ക് 3 ടേമുകളിലായി 9 വർഷം മാത്രം. IPL ഇനി മുതൽ നിയന്ത്രണങ്ങളുള്ള സ്വയംഭരണ സമിതിയാകും. ക്രിക്കറ്റിന്റെ വിവിധ പദവികളിൽ മുൻ വനിതാ കളിക്കാരടക്കം പ്രാതിനിധ്യം നൽകുന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഇന്ത്യയിലും വാതുവയ്പ് നിയമവിധേയമാക്കണമെന്ന സുപ്രധാന നിർദ്ദേശം ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. We have suggested to the legislature for legalizing the betting with inbuilt mechanism in ensuring that players, match officials, administrators, team officials, they will not be entitled to indulge in betting. BCCI വിവരാവകാശ നിയമത്തിന് കീഴിലാക്കണം. കളിക്കാരെല്ലാം സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരേ സമയം BCCIയുടെയും സംസ്ഥാന ക്രിക്കറ്റ് കൗൺസിലിന്റെയും ഭാരവാഹിത്വങ്ങൾ അനുവദിക്കില്ല. ടീം സെലക്ഷൻ, പരിശീലനം തുടങ്ങിയവ നിശ്ചയിക്കുന്ന കമ്മിറ്റികളിൽ 3 കളിക്കാർ മാത്രമേ പാടുള്ളൂവെന്നും വ്യക്തമാക്കുന്നു. അതേസമയം IPL മുൻ CEO സുന്ദർ രാമന് വാതുവയ്പിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ലെന്നും ലോധ കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദിലീപ്.